സ്വന്തം കണ്ണിലെ കരടെടുക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റുള്ളവരുടെ കുറ്റം പറയാൻ സതീശന് കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. പിണറായി സർക്കാരിനെ എവിടെയൊക്കെ ഇകഴ്ത്തി സംസാരിക്കാൻ കഴിയുമോ അതൊക്കെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷ നേതാവിന് നന്നായി അറിയാം. പക്ഷെ കേരളത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും നൂതന ആശയങ്ങൾ പറയാനോ കുറഞ്ഞപക്ഷം സ്വന്തം പാർട്ടിയിലെ തമ്മിൽ തല്ല് അവസാനിപ്പിക്കാനോ പോലും ഒരു അക്ഷരം പറയാൻ പ്രതിപക്ഷ നേതാവിന് അറിയില്ല. കേരളത്തിലെ കോൺഗ്രസുകാരുടെ ഏറ്റവും വലിയ പരാജയം ഇത്രയും നിർഗുണനായ ഒരാളെ പിടിച്ച് പ്രതിപക്ഷ നേതാവാക്കി ഇരുത്തിയത് തന്നെയാണ് എന്നും പറയാതെ വയ്യ. KPCC അധ്യക്ഷനെ എടുത്ത് കളയാൻ തീരുമാനിച്ച പോലെ പ്രതിപക്ഷ നേതാവിനെ കൂടി ഒന്ന് മാറ്റി കോൺഗ്രസുകാരുടെ ഭാഗ്യം കേരളത്തിന് പരീക്ഷിക്കാനുണ്ട്. സർക്കാർ ഇല്ലായ്മയാണ് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുമ്പോൾ പ്രതിപക്ഷമില്ലായ്മയാണ് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് പൊതുജനത്തിന് പറയാനുള്ളത്. കുറഞ്ഞപക്ഷം കോൺഗ്രസ് ഒരു നല്ല പ്രതിപക്ഷമായിരുന്നെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും ഒരു അധികാര കൈമാറ്റത്തിനെങ്കിലും സാധ്യതയുണ്ടായിരുന്നു. ഇപ്പോൾ അതുപോലും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇടതുപക്ഷം എത്രമാത്രം മുന്നിലേക്ക് പോയി എന്നും പ്രതിപക്ഷം എത്ര കണ്ട് അധപ്പതിച്ചു എന്നും സ്വയം സതീശനൊന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. പിണറായി സർക്കാരിന് ഒന്ന് മത്സരിക്കാൻ ശക്തനായ എതിരാളി പോലുമാകാൻ കോൺഗ്രസിന് കഴിയുന്നില്ലല്ലോ എന്ന് മാത്രമേ പറയാനുള്ളൂ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികൾ ബഹിഷ്കരിക്കാൻ UDF തീരുമാനം. സർക്കാർ ഇല്ലായ്മയാണ് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്നും അതുകൊണ്ട് തന്നെ 4ാം വാർഷികം ആഘോഷിക്കാനുള്ള ഒരവകാശവും സർക്കാരിനില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേരളത്തെ ഈ സർക്കാർ കടക്കണിയിലാക്കിയെന്നും സംസ്ഥാനം ഇന്നുവരെ കടന്നു പോകാത്ത ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും സതീശൻ ആരോപിക്കുന്നു. അടിസ്ഥാന വർഗങ്ങളെ പൂർണ്ണമായി അവഗണിച്ചു. ആരോഗ്യ, കാർഷിക, വിദ്യാഭ്യാസ മേഖലകൾ വലിയ പ്രതിസന്ധി നേരിടുന്നു. മലയോര മേഖലയിലെ മനുഷ്യർ വന്യജീവി ആക്രമണങ്ങളിൽ കഷ്ടപ്പെടുമ്പോൾ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. തീരദേശവും വറുതിയിലാണ്. ക്ഷേമ പദ്ധതികൾ നിർത്തിവയ്ക്കുകയും വികസന പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കേരളം കൂപ്പുകുത്തുന്നുവെന്നും സതീശൻ ആരോപിക്കുന്നു. പാവപ്പെട്ടവർക്ക് പെൻഷൻ പോലും നൽകാൻ കഴിവില്ലാത്ത സർക്കാരാണെന്നാണ് സതീശൻ പറയുന്നത്. ഖജനാവിൽ പൈസയില്ല, വരുമാനമില്ല, ദുർച്ചെലവുകൾ വർദ്ധിച്ചു വരുന്നു. 6 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലേക്ക് സംസ്ഥാനം മുങ്ങിത്താഴുകയാണ്. എന്നാൽ ധനപ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. ക്ഷേമനിധികൾ മുഴുവൻ തകർന്നു. അങ്കണവാടി ജീവനക്കാരോടും ആശാപ്രവർത്തകരോടും ദയാരഹിതമായി പെരുമാറുന്നു. വേതന വർധനവിന് വേണ്ടി സമരം ചെയ്യുന്നവരെ അപഹസിക്കുന്നു. ആശുപത്രികളിൽ മരുന്നില്ല. കാരുണ്യ പദ്ധതിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ സർക്കാർ നൽകാനുണ്ട്. കേരളം പൂർണ്ണമായി ലഹരിയുടെ പിടിയിലായി കഴിഞ്ഞു. പോലീസും എക്സൈസും നിഷ്ക്രിയരായിരിക്കുന്നു. CPM ലഹരി മാഫിയയ്ക്ക് രാഷ്ട്രീയ രക്ഷകർതൃത്വം നൽകുകയാണ്. സതീശൻ ഇതൊക്കെയാണ് വാതോരാതെ വിളിച്ചു പറയുന്നത്. കേരള സർക്കാർ ഇത്ര കണ്ട് കടക്കണിയിലാണെന്നറിയാവുന്ന കോൺഗ്രസുകാരാണ് ആശമാരുടെയും അംഗനവാടി തൊഴിലാളികളുടെയും ഉൾപ്പെടെയുള്ള വലിയ ഒരു സാമ്പത്തിക ഭാരം കൂടി കേന്ദ്ര സർക്കാരിന്റെ തലയിൽ നിന്നെടുത്ത് സംസ്ഥാന സർക്കാരിന്റെ മടിത്തട്ടിലേക്ക് വെക്കാൻ വ്യഗ്രത കൊള്ളുന്നത്. ഒരു ചോദ്യമാണ് പൊതുജനത്തിന് ചോദിക്കാനുള്ളത്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലേ? കേന്ദ്രമല്ല ഒന്നും തരാനുള്ളതെന്നും സംസ്ഥാനമാണ് എന്നും ചോദിക്ക് വാങ്ങിയെടുത്തിട്ട് വീട്ടിൽ പോയാൽ മതിയെന്നും പറഞ്ഞു ഒരു പറ്റം ആൾക്കാരെ കൊണ്ടുവന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരുത്തുമ്പോൾ മാത്രം മറന്നുപോയതാണോ കേരളത്തിന്റെ ഈ സാമ്പത്തിക പരിതാവസ്ഥ? പെൻഷനെ കുറിച്ച് എന്തെങ്കിലും പറയാനുള്ള യോഗ്യത കോൺഗ്രസുകാർക്കുണ്ടോ? കേരളത്തിലെ പെൻഷൻ ഇത്ര കണ്ട് ഉയർത്തിയത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിനു ശേഷമാണ്. അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് പിണറായി സർക്കാരിന്റെ ഒരു വലിയ ഭരണ മികവ് എന്ന് നാനാഭാഗത്തു നിന്നും എടുത്തു കാട്ടുമ്പോഴാണ് കണ്ണടച്ച് കോൺഗ്രസുകാർ ഇരുട്ടാക്കുന്നത്. കേരള സർക്കാരിന്റെ ഭരണപരാജയം വിളിച്ചു പറയുന്ന പ്രതിപക്ഷ നേതാവിനെ കേന്ദ്ര സർക്കാർ കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയെ പറ്റി പറയാൻ എന്താണ് നാവിറങ്ങിപ്പോകുന്നത്? കേരളം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വലിയ കാരണം കേന്ദ്രം അനുവദിച്ചു നൽകാത്ത തുകയും കൂടിയാണ് എന്ന് പറയാനുള്ള ചങ്കുറപ്പ് കൂടി പ്രതിപക്ഷം കുറഞ്ഞപക്ഷം കാണിക്കണം. കേരളത്തിലെ ജനങ്ങളുടെയും സംസ്ഥാനത്തിന്റെയും വികസനമാണ് പ്രതിപക്ഷം ലക്ഷ്യം വെക്കുന്നതെങ്കിൽ കേന്ദ്രം കാണിക്കുന്ന അവഗണനയെങ്കിലും കണ്ണു തുറന്നു കാണാനുള്ള ബോധമുണ്ടാകണം. ഈ ബോധം ഇല്ലാത്തതല്ല, അന്തർധാരയിൽ BJP-യിലേക്കുള്ള അടിയൊഴുക്കുകൾ ഉള്ളത് കൊണ്ടാണ് കാണാതെ പോകുന്നതെന്ന് ഉറപ്പ്.